ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അല്ല, പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിക്കഴിഞ്ഞാലേ ഒപ്പം നിന്നവരൊന്നും മറന്നു പോവരുത്. ഓ, എന്റെ അമ്പിളി, തെറ്റുപറ്റാത്ത മനുഷ്യരുണ്ടോ ഈ ലോകത്ത്? ഞാൻ ഇതുവരെ സ്നേഹിച്ചവരെയും സഹായിച്ചവരെയും മറന്ന് ജീവിച്ചോള് തന്നെയാ, സമ്മതിച്ചു. പക്ഷേ ഇപ്പൊ സുശീല അങ്ങനെയല്ല. നിന്റെ അനിയത്തി അനുപമയെ എന്നെ മാറ്റിയെടുത്തു, എന്റെ മനസ്സ് തുറപ്പിച്ചു. അല്ല, ഇപ്പൊ മനുഷ്യരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും വേണ്ടപ്പെട്ടവരെയൊക്കെ ചേർത്ത് നിർത്താനുള്ളൊരു മനസ്സും എനിക്കുണ്ട്. ഇതിൽ നിന്ന് സുശീല ഒരിക്കലും മാറത്തില്ല. അങ്ങനെ ആയാ നല്ലത്, അല്ലേ അച്ഛാ? അതെ, നല്ല മാറ്റം ആരും അംഗീകരിക്കും. ചെയ്തുപോയ തെറ്റിനെ തെറ്റായി കാണാൻ കഴിയുന്നത് തന്നെ മനസ്സിലെ വെളിച്ചത്തിന്റെ ലക്ഷണോ. ഓ, എന്തായാലും സുശീലയ്ക്ക് പുതിയൊരു വ്യക്തിയായിട്ട് ജീവിക്കാൻ കഴിയട്ടെ. അതിലൂടെ സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ചെയ്യട്ടെ. അയ്യോ, നന്ദി മാഷേ. എന്നോട് ക്ഷമിക്കാൻ തോന്നി ഈ മനസ്സിനെ വലിയ നന്ദി. അമ്മ പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കാൻ പോകുന്ന കാര്യം അച്ഛനെ നേരിട്ട് അറിയിക്കാനാ വന്നത്. ആണോ? അതിപ്പോ പ്രത്യേകിച്ച് എന്താ അറിയിക്കാനല്ലേ? പ്രചരണം തുടങ്ങുമ്പോ എല്ലാവരും അറിയാൻ പോകുന്ന കാര്യമല്ലേ? അങ്ങനെ അറിയുന്നതും മാഷിനോട് നേരിട്ട് വന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? ജീവിതത്തിൽ ആദ്യമായി ഒരു വലിയ കാര്യത്തിന് വേണ്ടി ഇറങ്ങുക ഞാൻ. ആനന്ദം മാഷ് എന്നെ മനസ്സറിഞ്ഞൊന്ന് അനുഗ്രഹിക്കണം. അങ്ങോട്ടൊന്ന് മാറിക്കാനെ മാഷേ, അനുഗ്രഹിച്ചാട്ടെ. അയ്യോ, എന്താ ഈ കാണിക്കുന്ന സുശീലേ? സുശീല ജയിച്ചു വരും. ഓ, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ സുശീലേ? അനുമോള് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ഉറപ്പായും ജയിക്കും. മതി മാഷേ. മാഷിന്റെ അനുഗ്രഹവും എന്റെ അനുമോളുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ ഞാൻ ജയിക്കും. ഇലക്ഷനിൽ മാത്രമല്ല, ജീവിതത്തിലും ജയിക്കും. ആയിക്കോട്ടെ. സത്യം പറഞ്ഞ സുശീലന്റെ മാറിന്ന് കേട്ടപ്പോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ ആന്റി പുതിയൊരാളായി തന്നെ പറയാം. മഞ്ചാടി മോൾക്ക് എന്നോട് ചെറിയൊരു പരിഭവം കാണും. അതും എന്റെ തെറ്റ് തന്നെയാ. മോളും സുശീലാന്റെ ഒരു ദിവസം മനസ്സിലാക്കും. നീ ഇരിക്കും സുശീലേ. അമ്പിളി, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കണ്ടേ? അയ്യോ, ഒന്നും വേണ്ട ഭാനുമേ, ഞങ്ങൾ ഇറങ്ങട്ടെ. പോയിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളതാ, അല്ലേ അനു? അതെ, കാലത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ വനമേ. പ്രചരണം തുടങ്ങിക്കഴിഞ്ഞാ ഞങ്ങൾ വീണ്ടും വരാം. ഇറങ്ങട്ടേച്ചാ? ശരി, പോയിട്ട് വരാം മാഷേ. ആയിക്കോട്ടെ ഭാനുമേ. മക്കളെ മറക്കല്ലേ, പോയിട്ട് വരാം. ഓൾ ദി ബെസ്റ്റ്. ശരി മോളെ. ഓക്കെ. ഓ, അല്ലേ, എന്തൊക്കെ ഇനി കാണണം. ഇതെന്താനു ഇവിടെ നിർത്തിയത്? അമ്മ ഒരു മിനിറ്റ് നിക്കണേ, എനിക്ക് ചെടികൾ കടിക്കാനുള്ള ഒരു മരുന്ന് വാങ്ങിക്കണം. വീട്ടിൽ കൊണ്ടുവച്ച ചെടികൾ മുഴുവൻ കീടങ്ങൾ തിന്ന് നശിപ്പിക്കുക. പെട്ടെന്ന് മരുന്ന് തെളിച്ചില്ലെങ്കിൽ എല്ലാം നശിച്ചു പോകും. ഞാൻ അങ്ങോട്ട് പോയി നോക്കിയിട്ട് വരാം. ഓ, അമ്മ വരുന്നു അങ്ങോട്ട്? വേണ്ട, നീ പോയി വാങ്ങിക്കേ, ഞാനിവിടെ നിന്നോളാം. ശരി. സുശീലേച്ചിയോ? സുകുമാരിയോ? ഇവിടെന്താ? നിന്നെ ഇന്ന് പാർട്ടി ഓഫീസിൽ കണ്ടില്ലല്ലോ. എന്നോട് വരാൻ ആരും പറഞ്ഞില്ലേ ചേച്ചി? അതെയോ? എനിക്കാണെങ്കിൽ അത്യാവശ്യം കുറച്ച് കളക്ഷൻ എടുക്കാണ്ടായിരുന്നു. ചേച്ചി എന്താ ഇവിടെ നിൽക്കുന്നത്? അതെ, അനുപമ കടയിൽ എന്തോ വാങ്ങിക്കാൻ പോയിരിക്കുക. ചെടിക്ക് തളിക്കാനുള്ള എന്തോ മരുന്ന് വാങ്ങാൻ. നിങ്ങൾ ഇന്ന് പാർട്ടി ഓഫീസിൽ പോയായിരുന്നു അല്ലേ? ഇന്ന് പോസ്റ്റർ അടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം അനന്തമാഷിനെ കണ്ട അനുഗ്രഹവും വാങ്ങിച്ചു. ഓ, അതെന്തായാലും നന്നായി. ഇപ്പൊ അനുപമയുടെ വീട്ടുകാർക്ക് ചേച്ചിയോട് ദേഷ്യമൊന്നുമില്ലല്ലോ. അതൊക്കെ എന്നേ മാറി സുമാരി. സുശീല ഇനി എല്ലാവരും ചേർത്ത് നിർത്താൻ പോവല്ലേ? ചേച്ചി രാഷ്ട്രീയത്തിന് വരേണ്ട ആള് തന്നെയാ. ഒരു നേതാവാകാനുള്ള എല്ലാ കഴിവും ചേച്ചിക്കുണ്ട്. ശരി ശരി.
5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തളിച്ചാൽ മതി. തളിക്കുമ്പോൾ മാസ്ക് വെക്കണേ, ഉള്ളിൽ ചെന്ന വിഷമാ. കുട്ടികളുള്ളിടത്തൊന്നും വെച്ചേക്കല്ലേ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇല്ല, സൂക്ഷിച്ചോളാം. എത്രയാ? 160 അതിന്റെ വില, 150 തന്നാ മതി. ആ പിന്നെ ചേച്ചി, ഞാൻ നേരത്തെ പറയണമെന്ന് വിചാരിച്ചതാ. പിന്നെ നിങ്ങൾ കുടുംബക്കാരാണല്ലോ എന്ന് കരുതി പറയാതിരുന്നതാ. എന്താ സുകുമാരി? ഇലക്ഷനിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടാത്തോണ്ട് വാസന്തിക്കും ധനനും കുറച്ച് ചുരുക്കുണ്ട്. അവരെ കൂടി ചേച്ചി ഒന്ന് കയ്യിലെടുക്കണം. ആ ഞാനത് വിചാരിച്ചതാ. അവര് ചിലപ്പോ എനിക്ക് പാര വെക്കാനും സാധ്യതയുണ്ട്. ആ വരട്ടെ, ഒരു ദിവസം അവരുടെ വീട്ടിൽ പോയി കാണണം. ഞാനൊന്ന് സംസാരിച്ച തീരുന്നത്ര നിസ്സാര പ്രശ്നം. അതാ നല്ലത്. അമ്മയ്ക്ക് എപ്പോഴേക്കും കൂട്ടിന് ആളെ കിട്ടിയല്ലേ? നാളത്തെ പ്രസിഡന്റ് അല്ലേ അനുപമേ? ഇനി സുശീലേച്ചി ഇതുപോലെ വഴി കണ്ട ആളുകളെല്ലാം ചുറ്റും കൂടില്ലേ? ഈ സുകുമാരി ഇപ്പോഴേ എന്നെ പ്രസിഡന്റ് ആക്കി വെച്ചിരിക്കുക. ചെടിക്ക് തളിക്കാനുള്ള മരുന്ന് കിട്ടിയോ അനുപമേ? കിട്ടിയമ്മേ. ആ പച്ചക്കറിക്കാണെങ്കിൽ കീടനാശിനി അടിക്കില്ലേ അനുപമേ? ഏയ്, ഇത് പൂച്ചെടിക്ക് അടിക്കാനുള്ളതാ. അമ്മേ, നമുക്ക് പോയാലോ? പോവാം. ആ സുകുമാരി, നീ നാളെ പാർട്ടി ഓഫീസിലേക്ക് വരില്ലേ? ആ ഉണ്ടാവും. നമുക്ക് അവിടെ വെച്ച് ശരി ചേച്ചി, കാണാം. അപ്പൊ ഞങ്ങൾ എന്നാ പിന്നെ ശരി. ശരി, സൂക്ഷിച്ചു പോണോട്ടോ. പോവാമ്മേ. ശരി, ഓക്കെ ചേച്ചി, ശരി, നാളെ ശരി. കാണാം. ആ. അയ്യോ, ഹലോ. ഹലോ, രഘു അല്ലേ? അതെ, നിങ്ങളാരാ? ഞാൻ അമൃത, ആമീന്ന് വിളിക്കും. ആദിലിന്റെ ഭാര്യയാണ്. ആദിലിനെ അറിയാലോ അല്ലേ? ആ അറിയാം. ഞാൻ ആദിലിനെ കാണാൻ വരാനിരിക്കുമ്പോഴാ ന്യൂസ് കണ്ടത്. പിന്നെ അങ്ങോട്ട് വരാൻ തോന്നിയില്ല. ആദിലിനധികം ഫ്രണ്ട്സൊന്നുമില്ല. അവസാനായി സഹായിക്കാൻ മനസ്സുള്ള ഒരു ഫ്രണ്ടിനെ കിട്ടിയെന്ന് പറഞ്ഞ് നിങ്ങളുടെ നമ്പര് ആദിൽ തന്നെ എന്റെ ഫോണിൽ സേവ് ചെയ്തത്. അതുകൊണ്ടാ വിളിച്ചേ. ബുദ്ധിമുട്ടായില്ലല്ലോ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് വരാതിരുന്നത്. ഇവിടെ പോലീസിന്റെ തെളിവെടുപ്പും മൊഴിയെടുക്കലും ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഞാനും മോളും മാത്രം.